ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ നടൻ ജയറാമിനെ സാക്ഷിയാക്കാൻ SITയുടെ നീക്കം. കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി വീട്ടിൽ പൂജകൾ നടത്തിയിട്ടുണ്ടെന്ന് ജയറാമിന്റെ മൊഴി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെട്ടത് ശബരിമലയിൽ വെച്ചെന്നും പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകളില്ലെന്നും ജയറാം. വിവരങ്ങളുമായി ബിനോയ് ചേർന്നു. ബിനോയ്, ഈയൊരു ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഇപ്പോൾ നടൻ ജയറാമിനെ അടക്കം സാക്ഷിയാക്കാനുള്ള നീക്കത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ കാലാവധി അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് വേഗത്തിൽ കുറ്റപത്രം സമർപ്പിക്കാൻ തരത്തിലേക്ക് നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകുന്നതിനെ കുറിച്ച് ഹൈക്കോടതി തന്നെ ഒരു നിരീക്ഷണം നടത്തിയിരുന്നു. അത്തരത്തിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകുന്നത് പല ആളുകൾക്ക് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങാൻ അവസരം ലഭിക്കുന്നു. അവർ കേസിന്റെ മുന്നോട്ട് പോക്കിനെ ബാധിക്കുന്ന തരത്തിൽ ചില ഇടപെടലുകൾ നടത്തും എന്നൊക്കെയുള്ള നിരീക്ഷണങ്ങളുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വേഗത്തിൽ തന്നെ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രത്തിലേക്ക് കടക്കാൻ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടൻ ജയറാമിന്റെ വീട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം എത്തി ജയറാമിനെ ചോദ്യം ചെയ്ത് മൊഴി രേഖപ്പെടുത്തിയത്. ജയറാമിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമെന്നും ശബരിമലയിൽ വെച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെട്ടതെന്നും ജയറാം മൊഴി നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി പല പ്രാവശ്യം ജയറാമിന്റെ വീട്ടിലെത്തി പൂജകൾ നടത്തിയിട്ടുണ്ട്, പൂജകൾക്ക് നേതൃത്വവും നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ ബന്ധമുണ്ട്. എന്നാൽ ഒരു വിധത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഒന്നും തന്നെ ഇല്ല. സാമ്പത്തിക ഇടപാടുകൾ ഉള്ളതായിട്ടുള്ള ഒരു വിവരവും ജയറാം നൽകിയിട്ടില്ലെന്നുമാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. അതേസമയം ഈ വാതിൽപ്പാളികളുമായി ബന്ധപ്പെട്ട പൂജകൾ നടത്തുന്നതിൽ ജയറാം പങ്കെടുത്തിരുന്നു. സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ചും ഒപ്പം തന്നെ തന്റെ വീട്ടിൽ വെച്ചും ഇതുമായി ബന്ധപ്പെട്ട പൂജകൾ നടന്നിരുന്നുവെന്ന് ജയറാം മൊഴി നൽകിയിട്ടുണ്ട്. ഈ മൊഴികളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുക. എന്തായാലും ഈ കട്ടിലപ്പാളി വാതിൽപ്പാളിയുമായി ബന്ധപ്പെട്ടുള്ള കേസുകളൊക്കെ തന്നെ വലിയ തരത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ ജയറാം ഇത്തരത്തിൽ മൊഴി നൽകിയിരിക്കുന്നത്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്, ജയറാം സ്മാർട്ട് ക്രിയേഷൻസിലെത്തി അവിടെ നടന്ന പൂജാ ചടങ്ങുകളിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. സ്വാഭാവികമായും അപ്പോൾ ഈ വാതിൽപ്പാളിയുമായി ബന്ധപ്പെട്ട് വിവിധ സ്ഥലങ്ങളിൽ ഇത് പൂജകൾ നടത്തി എന്നുള്ളതിന്റെ ഒരു തെളിവ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിനെല്ലാം ഉപരിയായി ഈ വാതിൽപ്പാളികൾ ജയറാമിന്റെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ച് അവിടെയും പൂജ നടത്തിയിട്ടുള്ളതായുള്ള വിവരവും പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴിയായി നൽകിയിട്ടുണ്ട്. പക്ഷെ അന്ന് ഒന്നും തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ യാതൊരു വിധത്തിലുള്ള സംശയവും ഈ നടൻ ജയറാമിന് ഇല്ലായിരുന്നു. അത്രയധികം ഒരു നല്ല സൗഹൃദം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ജയറാമിന്റെ വെളിപ്പെടുത്തൽ. അതിനെല്ലാം ഉപരിയായി ഈ പൂജാ ചടങ്ങുകൾക്കുമായി ബന്ധപ്പെട്ട് തന്നെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ നൽകിയിരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു. പല സമയങ്ങളിലും വീട്ടിൽ നടത്തേണ്ട പൂജകളെക്കുറിച്ചും അത് എപ്പോൾ നടത്തണമെന്നുള്ള കാര്യങ്ങളും സമയവും ഒക്കെ തീരുമാനിച്ച് നടത്തിയിരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു. അതായത് വീടുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പൂജാ ചടങ്ങുകളുടെ മുഴുവൻ നിയന്ത്രണവും ഉണ്ണികൃഷ്ണൻ പോറ്റി ഏറ്റെടുത്തിരുന്നു എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ ജയറാം നൽകുന്ന മൊഴി. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് ചോദ്യം ചെയ്യലെത്തും എന്നുള്ള വിവരങ്ങളും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ജയറാം ഉൾപ്പെടെയുള്ള പ്രമുഖരെ സാക്ഷിയാക്കി കേസ് ബലപ്പെടുത്തുക എന്നുള്ളൊരു നീക്കമാണ് SIT ഇപ്പോൾ നടത്തുന്നത്. അതേസമയം ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട അറസ്റ്റ് ഏകദേശം അല്ലെങ്കിൽ ചോദ്യം ചെയ്യലൊക്കെ ഏകദേശം അവസാന ഘട്ടത്തിൽ എത്തിയെന്ന് പറയാൻ കഴിയില്ല. കാരണം 2024-25 കാലഘട്ടങ്ങളിൽ നേരത്തെ ആവർത്തിച്ചതുപോലെ തന്നെ കോടതിയുടെ അനുമതിയും ഇല്ലാതെ ഈ ചെമ്പുപാളികൾ, സ്വർണം പൂശിയ ചെമ്പുപാളികൾ പുറത്തു കൊണ്ടുപോയി മിനുക്കോണി നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ ഇനി നടത്തേണ്ടതായിട്ടുണ്ട്. 2 പ്രാവശ്യം ഇതിൽ PS പ്രശാന്തിനെ, മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും മെമ്പർ അജികുമാറിനെയും ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയക്കുകയായിരുന്നു. നിലവിൽ അത്തരം കേസുകളിലേക്ക് കൂടി കടക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലും കേസും ഒക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിലവിൽ ഇപ്പോൾ ഇത്തരത്തിൽ ആരെയൊക്കെ സാക്ഷിയാക്കണമെന്ന തരത്തിലേക്കുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ SIT നടത്തുന്നത്. പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ചില ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ ദേവസ്വം ബോർഡിലെ മെമ്പർമാർ, കേസിൽ ഉൾപ്പെടാത്ത മെമ്പർമാർ ഉൾപ്പെടെയുള്ളവരെ സാക്ഷിയാക്കിക്കൊണ്ട് ഒരു കുറ്റപത്രം തയ്യാറാക്കാനാണ് ഇപ്പോഴത്തെ നീക്കം. അതിനുള്ള എല്ലാ നടപടിക്രമങ്ങളിലേക്കും പോലീസ് അല്ലെങ്കിൽ അന്വേഷണ സംഘം കടന്നിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. മാത്രവുമല്ല, ഇനി വരും ദിവസങ്ങൾ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതേസമയം EDയും സമാന്തരമായി അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ചും ആദ്യഘട്ടത്തിൽ തെളിവ് ശേഖരിക്കാനുള്ള ഒരു നീക്കം നടത്തുന്നത് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ്. മുരാരി ബാബുവിന് ED നോട്ടീസ് അയച്ചിട്ടുണ്ട്.
ഇത് കൂടാതെ ഈ സംശയത്തിന്റെ നിഴലിൽ ഇവരുമായി സാമ്പത്തിക ഇടപാടുകളുണ്ട് എന്ന് സംശയിക്കുന്ന ചില ആളുകൾ, ചില രാഷ്ട്രീയ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യും എന്നുള്ളതും ഉറപ്പാണ്. അത്തരത്തിലും ED നീങ്ങുന്നുണ്ട്. ഇതിനിടയിലാണ് പ്രത്യേക അന്വേഷണ സംഘം ജയറാം ഉൾപ്പെടെയുള്ള ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുള്ളവർ, ശബരിമലയിൽ വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെട്ട ഉൾപ്പെടെയുള്ള ആളുകളിലേക്ക് ഇപ്പോൾ അന്വേഷണവും മൊഴി രേഖപ്പെടുത്തുന്നതും നീങ്ങിയിരിക്കുന്നത്. ശരി. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ നടൻ ജയറാമിനെ സാക്ഷിയാക്കാനാണ് SITയുടെ നീക്കം. കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി വീട്ടിൽ പൂജകൾ നടത്തിയിട്ടുണ്ട് എന്നതാണ് ജയറാമിന്റെ മൊഴി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെട്ടത് ശബരിമലയിൽ വെച്ചാണെന്നും പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകളില്ല എന്നും ജയറാം പറയുകയുണ്ടായി. D ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.